ആളിത്തിരി ചൂടനാ. നമുക്ക് പിന്നീട് നോക്കാം. എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടിയാൽ കൊള്ളായിരുന്നു ഗണേശ. നന്ദൻ വെയിറ്റ് ചെയ്യ്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. താങ്ക്സ്. തനിക്കെന്താ ഈ കാര്യത്തിൽ ഇത്ര താല്പര്യം? തന്റെ കസിനോ മറ്റാണോ? അല്ല സർ, പരിചയമുണ്ട്. ഗണേഷ് ഇവിടെ 8 വർഷമായിട്ട് ജോലി ചെയ്യല്ലേ? നേരെ വാ നേരെ പോ, അതല്ലേ എയറിന്റെ രീതി. അതെ. അപ്പൊ വേക്കൻസി വരുമ്പോ ആപ്ലിക്കേഷൻ അയച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ. ഇനി ഇത് ആവർത്തിക്കരുത്. സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ മകനായതുകൊണ്ടാണ് ഞാൻ. സോറി സർ. നിക്ക്. ആരുടെ മകൻ? മുൻ MLA സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ മകൻ. ഓ, അപ്പൊ വലിയ പുള്ളിയാണല്ലോ. എന്നാ പിന്നെ ആളെ ഒന്ന് പരിചയപ്പെട്ടേക്കാം അല്ലേ? ഈ സിദ്ധാർത്ഥന്റെ കാര്യം താൻ എന്നോട് പറഞ്ഞെന്ന് അയാളോട് പറയാൻ നിൽക്കണ്ട. വിളിക്ക്. ശരി സർ. ഓക്കെ. അത് കൊള്ളാമല്ലോ. ചന്ദ്രോത്ത് സിദ്ധാർത്ഥന്റെ മകനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. സർ, ആരാ? സർ, എന്റെ പേര് നന്ദൻ. ഇവിടെ ജോബ് വേക്കന്റ് ഉണ്ടോ എന്ന് അറിയാൻ. ഗണേശൻ പറഞ്ഞതുകൊണ്ടൊന്ന് കാണാന്ന് വെച്ചു. എന്താണ് ക്വാളിഫിക്കേഷൻ? BBA ആണ് സർ. ഇപ്പൊ എന്തായാലും വേക്കൻസി ഇല്ല. ബയോഡേറ്റയും ഡീറ്റെയിൽസും കൊടുത്തിട്ട് പൊക്കോളൂ. സാർ, ഒരു ഡ്രൈവർ ജോലി ഒഴിവുണ്ടെന്ന് അറിഞ്ഞു. അതെങ്ങനെ അറിഞ്ഞു? എന്റെ കൂട്ടുകാരനാ മുരളി. മുരളി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗണേശൻ പറഞ്ഞു. മുരളി വിദേശത്ത് പോയെന്നാണല്ലോ കിട്ടിയ റിപ്പോർട്ട്. രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു. മുരളിക്ക് പറഞ്ഞിരുന്ന ആ വേക്കൻസി എനിക്ക് തരാൻ പറ്റുമോ സർ? BBA-കാരൻ ഡ്രൈവർ ജോലിയൊക്കെ ചെയ്യുവോ? ചെയ്തോളാം സർ. ലൈസൻസ് ഒക്കെ ഉണ്ടോ? ഉണ്ട് സർ. ഇവിടെ ജോലി ചെയ്യുമ്പോ വലിയ ജോലി കിട്ടിയാ ഇട്ടിട്ട് പോവാല്ലോ അല്ലേ? ഇല്ല സർ, ഇവിടെ അനുവദിക്കുന്ന കാലത്തോളം ഞാൻ ജോലി ചെയ്തോളാം. വീട് എവിടെയാ? വീട് സിറ്റി തന്നെയാ, ഗാന്ധിനഗർ. ഓ, ഗാന്ധിനഗർ. ഇപ്പൊ ഒരു ജോലി വളരെ അത്യാവശ്യമാണ് സർ. എന്ത് ജോലി ചെയ്യാനും തയ്യാറാണ് സർ. അതെടുത്തോ? വേണ്ട സർ, പിന്നെ വിളിച്ചോളാം. സംസാരിക്കണോ? ഹലോ. നന്ദു, എന്തായി? ഞാനിവിടെ സാറിന്റെ മുമ്പിലാ. ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി. വൈഫാണ് സർ. സാർ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം സർ. താൻ തന്നെ ഡീറ്റെയിൽസ് HR-നെ ഏൽപ്പിക്കൂ. 16-ാം തീയതി ജോയിൻ ചെയ്തോ? താങ്ക് യു സർ. ജോലിയുടെ സ്വഭാവം രീതികളൊക്കെ HR പറയും. താങ്ക് യു വെരി മച്ച് സർ. ചെല്ല്.